അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സുഭാഷിതങ്ങൾ 3:5. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. ഒരുപാട് മനുഷ്യരെ കാണാം നമുക്ക്. കയ്യിലിങ്ങനെ ചങ്ങല പോലത്തെ സ്വർണത്തിൻ്റെ ഒരു ചുറ്റ്, വാട്ട്സ് കോൾഡ് ബ്രേസ്ലെറ്റ്, നല്ലൊരു 5-6 പവൻ്റെ ചങ്ങലക്കെട്ട് വലത് കയ്യിൽ, അടിപൊളി വസ്ത്രം, ചീറിപ്പാഞ്ഞ് പൊടിപറത്തി നിൽക്കുന്ന കാറ്. മനുഷ്യൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് നേടിയെടുത്ത പലതിൻ്റെയും മേൽ ഇങ്ങനെ അടയിരുന്ന് വിരിയിക്കുന്നവരുടെ ചില ഭാവങ്ങൾ കാണാൻ പറ്റും. ഒന്നിനെയും നമ്മൾ എതിർത്ത് പറയേണ്ട. അവനൊരു പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് ലഭിച്ച സമ്പത്താവും ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷേ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക. ഇതൊരു വെള്ളച്ചാട്ടത്തിലേക്ക് നിലയില്ലാത്തടുത്ത് നീന്തലറിയാത്തവൻ്റെ ചാട്ടാട്ടാ. അത്ര എളുപ്പമൊന്നുമല്ല. എന്നോട് പലരും ചോദിക്കും, ഓയ് നല്ല വണ്ണൊക്കെ വെച്ചു, നല്ല മുഖമൊക്കെ നല്ല തെളിഞ്ഞ് പ്രകാശമുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ കണ്ണടച്ച് വിലപിച്ച് സ്വയം പഴിച്ച് ഇങ്ങനെ വല്ല ഇരുട്ടിലിരിക്കുന്നത് പോലെ ആയാൽ എന്നാണോ താൻ കരുതിയത്? അല്ല, അച്ഛൻ്റെ എങ്ങനെ പറ്റണേ? എനിക്ക് പറ്റുന്നതോ? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, വിശ്വാസം അർപ്പിക്കുക. പിന്നെ നമ്മുടെ ചുറ്റ് 10 ആന മതിച്ചു, ഒരു 50 ചീങ്കണ്ണി വാവിളർന്ന് വരുന്നുണ്ട്, കരടി വരുന്നുണ്ട്, പുലി വരുന്നുണ്ട്, ആന വരുന്നുണ്ട്, സിംഹം വരുന്നു. നമ്മൾ ഒന്നിലേക്കും കണ്ണു വയ്ക്കില്ലേ? കാരണം പൂർണ്ണ ഹൃദയത്തോടെയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് നയിക്കും, അവിടുന്ന് ഇടപെടും. അവിടുന്ന് തന്നെ ഞാനൊരു കുഴിയിൽ വീണ് കിടക്കുന്നോ, പാപത്തിൻ്റെ അന്ധകാരത്തിലാണോ, ഉപേക്ഷിക്കുകയോ വിധിക്കുകയോ വധിക്കുകയോ വാളോങ്ങുകയോ ഒന്നും ചെയ്യാത്ത ദൈവത്തിൻ്റെ കരുണയുടെ സമൃദ്ധിയിലായാൽ പിന്നെ പാപം ചെയ്യില്ല. ദൈവമാണ് എന്നെ ഉയർത്തിയത്, ദൈവമാണ് എന്നെ കരം പിടിച്ചുയർത്തിയത്, ഇന്ന് വഴി നടത്തുന്നത് ദൈവമാണെന്നുള്ള ബോധ്യം, സ്വന്തം പാപത്തെക്കുറിച്ചുള്ള ബോധവും ഉണ്ടെന്ന് വരികിൽ പിന്നെ പാപത്തിലേക്ക് യാമങ്ങളെ പകുത്തെടുത്ത് പാർത്തിരുന്ന് പാപത്തിലേക്കില്ല. കാരണം എന്താ? ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചപ്പോൾ, എൻ്റെ ബുദ്ധിയെ ആശ്രയിക്കുന്നത് ഞാൻ മാറ്റിവെച്ചപ്പോൾ ദൈവം എന്നെ വഴി നടത്തുന്നു, വഴികൾ തുറന്നു തരുന്നു, അവിടുന്ന് എന്നെ നയിക്കുന്നു. ഒരുപക്ഷെ കഷ്ടതകളുടെ അപ്പം, വിലാപങ്ങളുടെ കണ്ണുനീർ ചുറ്റുണ്ടാകാമെങ്കിലും ദൈവമാണ് വഴി തുറന്ന് നടത്തുന്നതെന്നുള്ള ബോധ്യം എന്തെന്ത് കഷ്ടതകളിലും നാശനഷ്ടങ്ങളിലും ദുർഗതികളും ശിക്ഷയിലും ഒന്നും ഭയമില്ല. കാരണം എന്താ? ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എനിക്ക് നൽകുന്നതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവത്തിൻ്റെ അറിവ് കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നേറ്റു പറയുമ്പോൾ, ഹൃദയം അത് അറിയുമ്പോൾ, ഒരു മനുഷ്യനും കെടുത്താനാകാത്ത സൂര്യഗോളത്തിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന പ്രകാശം പോലെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഒന്നിനും ഈ ഭൂമിയിൽ ഇടപാടില്ലേ. ആകെ ഇടപാട് ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും അതുവഴി സഭയിൽ നൽകപ്പെടുന്ന എന്തുണ്ടോ അതെല്ലാത്തിനേ വഴിയുള്ളൂ, വേറെ ഒന്നിനും വഴിയില്ല. ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കൂ, ബുദ്ധിയുടെ സഞ്ചി അടച്ചുകെട്ടി മാറ്റിവെക്കൂ. ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന സദ്ബുദ്ധിയുടെ വെളിച്ചത്തിൻ്റെ ആ കിരണങ്ങൾ നിന്നെ വന്ന് പതിക്കട്ടെ. എല്ലാം മാറും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.